Dear students, നമ്മൾ ബിസിനസ് കോമ്പിനേഷൻസ് ആൻഡ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരുവിധം കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ്. എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഇനി അങ്ങോട്ട് പോകുന്ന പ്രോബ്ലംസൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ക്ലാസ്സുകൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ ക്ലാസ്സിലൂടെ ജസ്റ്റ് ഇതേ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഓൺഡ് 60% ഷെയർ ക്യാപിറ്റൽ ഓഫ് വൈ ലിമിറ്റഡ്. ദർ ബാലൻസ് ഷീറ്റ് ആസ് ഫോളോസ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടിട്ട് അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി വൈ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ 60% ഓൺ ചെയ്യുന്നുണ്ട്, അതായത് നേടിയെടുക്കുന്നുണ്ട്. എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി വൈ ലിമിറ്റഡിൻ്റെ 60% ഷെയർസ് നേടിയെടുക്കുന്നുണ്ട്, അക്വയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് താഴെ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ രണ്ട് കമ്പനീസ് ഉണ്ടെങ്കിൽ രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റും ഡിഫറൻ്റ് ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ തന്നിട്ടുള്ളത്. ആദ്യം എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിലെന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് എന്ന് നോക്കാം. ലയബിലിറ്റി സൈഡിൽ 80,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, amount 8 lakh, retained earnings 2,50,000, current liabilities 2 lakh, total equity and liabilities എന്ന് പറയുന്നത് 12,50,000. asset side property plant equipment ₹5 lakh, investment in Y limited bracket 30,000 equity shares of ₹10 each, amount 3 lakh, current assets 4,50,000, ടോട്ടൽ അസറ്റ്സ് 12,50,000. നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ തന്നിട്ടുള്ളത് ലയബിലിറ്റി സൈഡിൽ നമുക്ക് 80,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്നിട്ട് 8 ലാക്കാണ് ഷെയർ ക്യാപിറ്റലായിട്ട് തന്നിട്ടുള്ളത്. അതായത് അക്വയറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഷെയർ ക്യാപിറ്റൽ 8 ലാക്ക് തന്നിട്ടുണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സ് 2,50,000 തന്നിട്ടുണ്ട്. കറൻറ്റ് ലയബിലിറ്റീസ് 2 ലാക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 12,50,000 ആണ്. അസറ്റ് സൈഡിലെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 5 ലാക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 3 ലാക്കാണ്. കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് 4,50,000 ആണ്. ടോട്ടൽ അസറ്റായിട്ട് നമുക്ക് 12,50,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ അതായത് അക്വയറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇനി അക്വയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് എന്ന് നോക്കാം. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ 50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, എമൗണ്ട് 5 ലാക്ക്. അതായത് വൈ ലിമിറ്റഡിൻ്റെ അതായത് അക്വയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് എത്ര ഷെയർസാണ്, 50,000 ഷെയർസിന് ഓരോ ഷെയറിന് 10 രൂപ വെച്ചിട്ട് 5 ലക്ഷം ഷെയർ ക്യാപിറ്റലാണ് കമ്പനിയിലുള്ളത്. മൊത്തത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 50,000 ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് നോട്ട്സ് തന്നിട്ടില്ല. നോട്ട്സിൽ വേണ്ട ഡീറ്റെയിൽസൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നോട്ട്സ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നോട്ട് നമ്പർ ഇല്ലാത്തത്. നമുക്ക് ഷെയർ ക്യാപിറ്റലായിട്ട് 5 ലാക്ക് റുപ്പീസ് ആണെന്ന് പറഞ്ഞ് തന്നു. ഇനി കറൻറ്റ് ലയബിലിറ്റീസ് 2 ലാക്ക് റുപ്പീസ്, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 7 ലാക്ക് റുപ്പീസ് ആണ്. നെക്സ്റ്റ് അസറ്റ് സൈഡിലെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് 3,50,000, കറൻറ്റ് അസറ്റ്സ് 3,50,000, ടോട്ടൽ അസറ്റ്സ് 7 ലാക്ക്. അപ്പോൾ നമുക്ക് വൈ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസൊക്കെ തന്നു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോട്ട്സ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ രണ്ട് കമ്പനീസ് ഉണ്ടെങ്കിൽ രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. എക്സ് ലിമിറ്റഡ് അതായത് അക്വയറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വേറെയാണ്, അക്വയറി കമ്പനിയുടെ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വേറെ ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഏത്
കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്? സബ്സിഡറി കമ്പനിയുടേതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് നോക്കേണ്ടത്? സബ്സിഡറി കമ്പനിയുടെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ആദ്യം പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ അക്വയറർ കമ്പനി ആരാണ്, അക്വയറി കമ്പനി ആരാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായതാണ്. എന്താണ്? എക്സ് ആണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി, വൈ ആണ് ഇവിടുത്തെ ഏത് സബ്സിഡറി കമ്പനി. അപ്പോൾ നമ്മൾ അക്വയറർ ആൻഡ് അക്വയറി ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലേ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് മനസ്സിലായത്? 60% ഷെയർസാണ് ഓൺ ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദ്യത്തിൽ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100% ഷെയർസ് അക്വയർ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. 60% ഷെയർസാണ് അക്വയർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുക? അതിന് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണം. എങ്ങനെയാണ് കാണാമെന്ന് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. ഇവിടെ എത്രയാണ് അക്വയറി കമ്പനിയുടെ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 5 lakh rupees ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നിട്ടില്ല. പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? നമുക്കറിയാം ഇവിടെ 60% ആണ് ഹോൾഡ് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ വരിക? 40% ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കിട്ടി, പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് കിട്ടി. അപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 40/100 ഈക്വൽ ടു എത്ര കിട്ടുക? 2 lakh rupees ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ലാതെ നമുക്ക് രണ്ടാമത് വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. നെറ്റ് അസറ്റ്സ് അക്വയർഡ് കാണാനും നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 7 lakh ആണ് അല്ലേ. 7 lakhൽ നിന്നും എത്രയാണ് കുറക്കേണ്ടത്? കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh ആണ് അല്ലേ. അപ്പോൾ 7 lakh മൈനസ് 2 lakh ഈക്വൽ ടു 5 lakh ആയിരിക്കും നമുക്ക് നെറ്റ് അസറ്റ്സ് അക്വയർഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്, അതായത് 40%. 5 lakh ഇൻറ്റു 40/100 ഈക്വൽ ടു 2 lakh ആയിരിക്കും നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. നമുക്കറിയാം ഗുഡ് വിൽ ഉണ്ടോ എന്ന് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ 60% ഷെയർസാണ് അക്വയർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഈ കമ്പനിയിൽ സബ്സിഡറി കമ്പനിയിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, എത്രയാണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കുക. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്? 50,000 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. 5 lakh ആണ് എന്ത് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 50,000 ആണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 50,000ൻ്റെ 60% കാണാം. 60% ആണ് അക്വയർ ചെയ്യുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 50,000 നമ്പർ ഓഫ് ഷെയർസിൻ്റെ 60% കാണാം. 60% കണ്ടാൽ എത്ര കിട്ടും? നമുക്ക് 30,000 rupees കിട്ടും അല്ല, 30,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. 50,000ൻ്റെ 60% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30,000 കിട്ടും. 30,000 ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി വൈ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 50,000 നമ്പർ ഓഫ് ഷെയർസിൽ നിന്നും അക്വയർ ചെയ്യുന്നത് എത്രയാണ്? 30,000 ഷെയർസാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 30,000 ഷെയർസ് അക്വയർ ചെയ്യുമ്പോൾ കമ്പനി എത്ര എമൗണ്ടാണ് സബ്സിഡറി കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുക. നമ്മൾ നോട്ട്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് തന്നിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഐറ്റം തന്നിട്ടുണ്ട്. അതിലെന്ത് പറയുന്നുണ്ട്? 30,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്.
30,000 ഇക്വിറ്റി ഷെയർസ് വാങ്ങിയപ്പോൾ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് എത്രയാണ് എമൗണ്ടായിട്ട് അവർ കൊടുക്കേണ്ടത്? 30,000 ഇക്വിറ്റി ഷെയർസ് വാങ്ങുമ്പോൾ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് 3 ലക്ഷം ആണ് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി വൈ ലിമിറ്റഡിന് കൊടുക്കേണ്ടത്. സബ്സിഡറി കമ്പനിയിൽ മൊത്തത്തിൽ ടോട്ടൽ 50,000 ഷെയർസ് ഉള്ളതിൽ 30,000 ഷെയർസ്, അതായത് 60% ഷെയർസ് കമ്പനി ഏറ്റെടുത്തപ്പോൾ, അതായത് 30,000 ഷെയർസ് കമ്പനി ഏറ്റെടുത്തപ്പോൾ കമ്പനി ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് എത്ര എമൗണ്ട് കൊടുക്കണമായിരുന്നു? 3 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അപ്പോൾ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്, എത്ര എമൗണ്ടാണ് വൈ ലിമിറ്റഡിലേക്ക് എക്സ് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്? 3 ലക്ഷം രൂപയാണ്. അപ്പോൾ 3 ലക്ഷം രൂപ കമ്പനി വൈ ലിമിറ്റഡിന് കൊടുക്കണമായിരുന്നു. കമ്പനി കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 3 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 3 ലക്ഷം രൂപയാണ് കമ്പനി കൊടുക്കേണ്ടത്, 3 ലക്ഷം രൂപ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സസ് എമൗണ്ടും ഇല്ല, ലെസ്സർ എമൗണ്ടും ഇല്ല, ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഗുഡ് വിൽ എന്ന ഐറ്റം ഇല്ല, ക്യാപിറ്റൽ റിസർവ് എന്ന ഐറ്റവും ഇല്ല. നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഗുഡ് വിൽ ഇല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനാദ്യം മുന്നേ എന്ത് ചെയ്യണം? ഈ ബാലൻസ് ഷീറ്റിന് ആവശ്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോട്ട് നമ്പർ 1, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് 80,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each equal to 8 lakh. ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് 80,000 ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട്. അങ്ങനത്തെ 8 ലാക്ക് ഷെയർ ക്യാപിറ്റലാണ് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 1 നമ്മൾ പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ്, കറൻറ്റ് ലയബിലിറ്റീസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എടുത്തിട്ടില്ല നോട്ടായിട്ട്. രണ്ടാമത്തെ നോട്ട് നമ്പർ 2, കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റീസ് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് 2 lakh ആണ്, വൈ ലിമിറ്റഡും 2 lakh ആണ്. എക്സ് ലിമിറ്റഡ് 2 lakh, വൈ ലിമിറ്റഡ് 2 lakh. 2 lakh പ്ലസ് 2 lakh ഈക്വൽ ടു 4 lakh ആണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് വരിക. അപ്പം നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 2 കറൻറ്റ് ലയബിലിറ്റീസ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 3 ആണ് ഇത്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ എക്സ് ലിമിറ്റഡ് 5 lakh ആണ്, വൈ ലിമിറ്റഡ് 3,50,000. 5 lakh പ്ലസ് 3,50,000 ഈക്വൽ ടു 8,50,000 ആണ് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റിൽ വരിക. നോട്ട് നമ്പർ 3. നോട്ട് നമ്പർ 4 കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് ചെയ്തതുപോലെ തന്നെ ഏത് വരും? എക്സിൽ 4,50,000 വരും, വൈയിൽ 3,50,000 വരും. 4,50,000 പ്ലസ് 3,50,000 ഈക്വൽ ടു എത്ര വരിക? 8 lakh വരും. അപ്പോൾ കറൻറ്റ് അസറ്റ്സിൽ 8 lakh വരും. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 2 കറൻറ്റ് ലയബിലിറ്റീസ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 3 പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 4 കറൻറ്റ് അസറ്റ്സ് പ്രിപ്പയർ ചെയ്തു. എല്ലാ നോട്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സിൽ കിട്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ലയബിലിറ്റി സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1, എമൗണ്ട് കോളത്തിൽ 8 lakh rupees. നമ്മൾ നോട്ട് നമ്പർ 1 പ്രിപ്പയർ ചെയ്തിട്ടുള്ള 8 lakh rupees ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്തു. സെക്കൻഡ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയാണ്? 2,50,000 ആണ്. അത് എവിടെ നിന്ന് കിട്ടിയതാ? പഴയ ബാലൻസ് ഷീറ്റിൽ നിന്നും നമ്മൾ 2,50,000 പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്തു. റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തതായിട്ട് ഏതായിട്ടാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്? നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2 lakh rupees. അതും നമ്മൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 2 lakh rupees റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തായിട്ടാണ് ഇത് കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റി നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ട് നമ്പർ 2 എത്രയാണ് കിട്ടിയിട്ടുള്ള കറൻറ്റ് ലയബിലിറ്റി? 4 lakh rupees ആണ്. അപ്പോൾ നമുക്ക് ലയബിലിറ്റി സൈഡിലുള്ള ഒരുവിധം ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി അത് ടോട്ടൽ ചെയ്യണം. 8 lakh പ്ലസ് 2,50,000 പ്ലസ് 2 lakh പ്ലസ് 4 lakh
ഈക്വൽ ടു എത്ര കിട്ടും? 16,50,000 കിട്ടും. 16,50,000 ലാബിലിറ്റി സൈഡിൽ കിട്ടും. ഇനി എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക? അസറ്റ് സൈഡിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻ്റ് ആണ്. അത് നമ്മൾ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 8,50,000 കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻ്റ് ചെയ്ത മറ്റേ നോട്ട് നമ്പർ 3 8,50,000 റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തായിട്ട് ഏതാണ്? കറൻറ്റ് അസറ്റ്സ് ആണ്. കറൻറ്റ് അസറ്റ്സ് നോട്ട് നമ്പർ 4. കറൻറ്റ് അസറ്റ്സിന് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ കറൻറ്റ് അസറ്റ്സിൽ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്? 8 lakh rupees കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അസറ്റ് സൈഡിൽ എന്താ റെക്കോർഡ് ചെയ്യാണ്ടോ? പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. കറൻറ്റ് അസറ്റ്സ് റെക്കോർഡ് ചെയ്തു. ടോട്ടല് 8,50,000 പ്ലസ് 8 lakh ഈക്വൽ ടു ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 16,50,000 കിട്ടും. അപ്പോൾ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും 16,50,000 കിട്ടി. ഈക്വലായി ടാലിയായി. അപ്പോൾ നമ്മളുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു.